അപ്പൊ സലാർ സിനിമ കണ്ട് ഞാൻ കഴിഞ്ഞൊരു വിധത്തിൽ തീർത്തു എന്നൊക്കെ പറയേണ്ടി വരും. ഒരു വിധത്തിൽ കണ്ടു തീർത്ത് ഇപ്പൊ വന്ന് കാറിലിരിക്കണേണ്. ഇത്രയും വലിയൊരു ഡിസപ്പോയിൻമെന്റ് ഈ വർഷം പേരുണ്ടായിട്ടില്ല എന്ന് തോന്നണം. അത്രയും ഡിസപ്പോയിന്റഡ് ഞാൻ ഈ സിനിമയെ പറ്റി പറയണമെങ്കിൽ. കാരണം ഒന്നാമത് പ്രശാന്ത് നീലിന്റെ പടം, KGF ഡയറക്ടർ. അപ്പോൾ ഞാൻ ആ ഒരു കുറെ സംഭവങ്ങൾ പ്രതീക്ഷിച്ച്, സത്യമായ കാര്യമാണ്. എനിക്കൊന്ന് ഇത്രയും പ്രതീക്ഷിച്ചിട്ടും കൂടിയാന്ന് തോന്നുന്നത് എനിക്ക് ഭയങ്കര ലെറ്റ് ഡൗൺ ആയിട്ട് തോന്നിയത്. സത്യം പറഞ്ഞാൽ ഞാൻ പടം കണ്ട് ഞാൻ തളർന്നെന്ന് പറയേണ്ടി വരും. ശരിക്കും തളർന്നെന്ന് പറഞ്ഞാൽ മതി. കാരണം എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി. പ്രഭാസ് ഈ റോള് ഭയങ്കര ലുക്കൊക്കെ ഉണ്ട്. പ്രഭാസിനൊക്കെ അടിപൊളിയാണ്, ആക്ഷൻ സീക്വൻസസ് ഒക്കെ നല്ലതാണ്. പക്ഷെ ഉണ്ടല്ല, മടുത്തോയി എനിക്ക്. പൃഥ്വിരാജ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, പൃഥ്വിരാജിനെ കൊണ്ട് പറ്റാവുന്ന എല്ലാം പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിനെ ഞാൻ ഒരിക്കലും എനിക്ക് മോശം പറയത്തില്ല, എനിക്ക് മോശമായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ പ്രഭാസ് ചില സമയത്ത് ആ നമ്മുടെ ബാഹുബലി ടൈപ്പ് ഓഫ് സംസാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഡയലോഗ് ഡെലിവറിയിൽ നിന്ന് ആള് ഇപ്പോഴും വിട്ടു മാറിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ നാടകം ബാലെ കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണം പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി. ഞാൻ തമിഴിലാണ് കണ്ടത്, എന്നിട്ട് കൂടി. അപ്പം മലയാളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിച്ച്, എനിക്കറിയില്ല. രണ്ടാമത് എനിക്ക് ഈ സിനിമ മലയാളം കാണാനുള്ള ഒരു ത്രാണിയില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് മടുപ്പായി തോന്നി. ചിലപ്പോൾ നിങ്ങൾ എന്ത് കാരണവശാലും തിയേറ്ററിൽ ഈ സിനിമ കാണണം, മസ്റ്റായിട്ട് കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എടുത്താൽ മതി. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്, തികച്ചും പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ചിലപ്പോൾ എൻ്റെ ഫീലിങ്ങേ അല്ലായിരിക്കും നിങ്ങൾക്ക്. പക്ഷെ എനിക്ക് ശരിക്കും ഈ സിനിമ കണ്ട് മടുത്തെന്ന് പറയണം. ഈ സിനിമയുടെ കുറെ പോസിറ്റീവ് കാര്യങ്ങൾ പറയാനുണ്ട്. മെയിൻലി ഇതിന്റെ ഗ്രാൻഡ്യൂർ, സെറ്റ് ആയിക്കോട്ടെ, ഗ്രാഫിക്സ് ആയിക്കോട്ടെ, അതൊക്കെ വേറെ ലെവലാണ്. പക്ഷെ ഉണ്ടല്ല, എന്നിട്ടും ഇതൊന്നും ഈ സിനിമേനെ എനിക്ക് ഇഷ്ടപ്പെടാൻ മാത്രം ഒരു സംഭവം ആക്കി മാറ്റിയില്ല എന്നുള്ളതാണ്. അതായത് ഇതിന്റെ ഞാൻ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഇതിന്റെ ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, ഞാൻ ആ ഒരു കാര്യത്തിലൊക്കെ ഞാൻ കംപ്ലീറ്റ് സ്റ്റണ്ട് ഡയറക്ഷൻ ഒക്കത്തിലും ഞാൻ എല്ലാത്തിലും ഞാൻ എന്താ പറയാ, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ഇറ്റ് വാസ് എ ടയർസം മൂവി ഫോർ മീ. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് മടുത്ത അവസാനമൊക്കെ ആയപ്പോഴേക്കും. പിന്നെ ഇതിന്റെ സ്റ്റോറി ആണെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതിങ്ങനെ കോംപ്ലിക്കേറ്റ് ചെയ്ത് കുറെ ക്യാരക്ടേഴ്സും കുറെ രാജാക്കന്മാരും തേങ്ങ മാങ്ങ ഇങ്ങനെ കുറെ സാധനങ്ങളൊന്നും അവസാനം മടുത്തടേ, ഭയങ്കരമായിട്ട് മടുത്തെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനിപ്പം ഇനി സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ട്. ഇനി ഇതിപ്പോ എത്ര പാർട്ട് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ സിനിമ എനിക്ക് ശരിക്കും മടുത്തു. സെക്കൻഡ് പാർട്ട് കാണാൻ തന്നെ തോന്നാത്ത വിധത്തിലും മടുത്തെനിക്ക്. മറ്റേന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോൾ KGF സെക്കൻഡ് പാർട്ട് കാണാനുള്ള ആവേശവും ആ ഉന്മേഷവും, അതുപോലെ തന്നെ എന്താ പറയുക, ഇനി ഒരു തേർഡ് പാർട്ട് വന്നെയാണെങ്കിൽ അതിന്റെ പ്രീക്വൽ വന്നെയാണെങ്കിൽ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഈ സിനിമയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനിയൊരു സലാറ് കാണണോ എന്നൊക്കെ ഇങ്ങനെ ഉള്ളുകൊണ്ട് ചോദിച്ചു പോകുന്നൊരു സിറ്റുവേഷൻ ആണ്. വന്നാൽ എന്തായാലും കാണും, പക്ഷേ ഇത് ഭയങ്കര ടയറിങ് ആയിരുന്നു ഈ സിനിമ. അതാണ് ഒരു മെയിനായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഇതിപ്പോ അനുഭവം വന്ന് കയറിയിട്ടുണ്ട്. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? എനിക്ക് ഫൈറ്റ് സീൻ ലാസ്റ്റ് വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, എന്റെ റിമോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താലേ. പിന്നെ പ്രഭാസിന്റെ ഫൈറ്റ് സീൻ ഒക്കെ അടിപൊളിയാണ്. പക്ഷെ കാണാനും ലുക്കാട്ട പുള്ളി ഭയങ്കര ഒരു പർവ്വതം. ലിറ്ററലി ഒരുമാതിരി നമ്മുടെ അക്വാമാനിലെ ഇന്നലെ ഞങ്ങൾ അക്വാമാൻ കണ്ട് ആ മച്ച വന്ന് നിക്കണ പോലെ തന്നെയുണ്ട്. കുറച്ചും കൂടി വിരിവ് ലേശം നമ്മുടെ ജെയ്സൺ മോഹനെ വെച്ചും വിരിവ് കുറച്ചുകൂടി കുറവുണ്ടെന്നേ ഉള്ളൂ. എന്നാലും ഒരു പർവ്വതം, ഒരു 6'3" പൊക്കമുള്ളത് ഒരു പർവ്വതം വന്നിട്ട് പോലെ ഹൈറ്റ് ഉണ്ട് പുള്ളിക്ക്. ആരെ ഹൈറ്റ് ഉണ്ട് പുള്ളിക്ക്. പക്ഷേ അഭിനയത്തിന്റെ കാര്യത്തിൽ പുള്ളി വളരെ പുറകോട്ടാണെന്ന് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം വെച്ചാല് അല്ല, ഈ മനുഷ്യൻ തന്നെയല്ലേ ബാഹുബലി അഭിനയിച്ചത്. അതായത് ഇതില് ചില സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഡ്രാമ, ഞാൻ പറഞ്ഞോളെ ചില സമയത്ത് ബാല കളിക്കണ പോലെ. അതായത് പുള്ളിനെ എന്ന് വെച്ചാൽ പുള്ളി ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടും ബാഹുബലി ഉള്ളിന്ന് വിട്ടുപോകാത്ത രീതിയിലാണ് ചില സമയത്തുള്ള ഡയലോഗ് ഡെലിവറി. എന്നാൽ ചില സമയത്ത് കുഴപ്പമില്ല. അതാണ് പൃഥ്വിരാജ് നന്നായിട്ടുണ്ട്. പൃഥ്വിരാജിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിനകത്ത് ആ ചൈൽഡ്ഹുഡ് അഭിനയിച്ച 2 പിള്ളേര്, അവന്മാര് പൊളിച്ച് കിടിലായിരുന്നു. നല്ല രോമാഞ്ചം. ഞാൻ സിനിമ തുടങ്ങി വിചാരിച്ചു വേറെ ലെവലിലേക്ക് പടം പോണേന്ന്. ഈ ലെവലിലേക്കാണ് പടം പോണെന്ന് മനസ്സിലായില്ല. ആസ്ഥാനത്തുള്ള കുറെ പാട്ടുകളുണ്ട്, എനിക്ക് മനസ്സിലായിട്ടില്ല.
ഡയറക്ടർ ഒന്ന് വേറിട്ട് ചിന്തിച്ചാന്ന് മനസ്സിലായി. പക്ഷെ ഈ ആസ്ഥാനത്തുകൊണ്ട് ഈ പാട്ട് വെക്കുമ്പോ അതും ഒരുമാതിരി ക്രിഞ്ച് അടിപ്പിക്കുന്ന രീതിയിലുണ്ട്. എനിക്കൊക്കെ ക്രിഞ്ച് അടിപ്പിക്കുന്നത് നിനക്ക് തോന്നി? കൊറേ സ്ഥലത്ത് ക്രിഞ്ച് ഉണ്ട് കേട്ടോ, കാരണം അത് തിയേറ്ററിൽ എല്ലാരും എന്റെ സൈഡിൽ ഇരിക്കണ ഇതിനകത്ത് നമ്മുടെ കോയമ്പത്തൂരാണ്ട് കുറെ മലയാളി ഓഡിയൻസസും ഉണ്ട്, കുറെ തമിഴ് ഓഡിയൻസസും ഉണ്ട്. എല്ലാവരും ചിരിക്കണായിരുന്നു. സീരിയസ് ആയിട്ട് അവിടെ ഒരു കാര്യം നടക്കുമ്പോ എല്ലാവരും നമ്മളിങ്ങനെ എന്താ പറയാ ഇമോഷണൽ റൂട്ട് ചെയ്യേണ്ട സാധനങ്ങൾ വരുമ്പോ ആൾക്കാർ നീ ചെയ്യാണ്, ആൾക്കാർ വൻ ചിരി. അതേപോലെ തന്നെ കമന്റോട് കമന്റ് അടിയായിരുന്നു. മൊക്കപ്പടം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കമന്റ് അടിക്കുന്നത്. പക്ഷെ സങ്കടം തോന്നിപ്പോയി. കാരണം ഇതൊരു പ്രശാന്ത് നീൽ പടമല്ലേ. നമ്മൾ KGF എന്തൊരു നിങ്ങൾ ഞങ്ങളുടെ KGF ചാപ്റ്റർ 2 എന്താണ് റിവ്യൂ ഒന്ന് കണ്ടു നോക്ക്. തലേ ദിവസം ബീസ്റ്റ് കണ്ടിട്ട് അടുത്ത ദിവസം KGF കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി വരുമ്പോഴുള്ള ഞങ്ങളുടെ ആവേശം കാണുമെങ്കിൽ നിങ്ങൾ എൻ്റെ അഭിപ്രായം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ മറ്റേ എന്താണ് എന്താ പറയാ അഭിപ്രായം ചോദിച്ചു വന്നവർക്ക് നമ്മൾ വരുമ്പോഴേക്കും ആ ടൈമിൽ നമ്മൾ 1-2 പേരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അഭിപ്രായം കണ്ടവർക്കറിയാം ഞങ്ങൾ എന്ത് ആവേശപരിതരായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നതെന്നുള്ള. ഈവൻ ഇന്നലെ നേര് കണ്ടപ്പോഴും ആ ഊട്ടുക്കത്തെ ഒരു ആവേശവും നെഞ്ചിലെ ഭാരവും മൊത്തത്തിൽ എനിക്ക് ശബ്ദമൊക്കെ ഇടണമായിരുന്നു. ഇത് എനിക്ക് ഒരുമാതിരി എനിക്കൊന്ന് വീട്ടിൽ പോയാൽ മതി. അല്ലെങ്കിൽ എന്താ പറയാ എനിക്ക് മടുത്തു വായിച്ചു അവസാനം. ഞാനൊരു ചോദ്യം നിന്നോട് ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് ഉത്തരം പറയാം. നിന്റെ അഭിപ്രായമാണ് രണ്ടാമത്തെ സലാറ് കാണാനുള്ള നിന്റെ അഭിപ്രായം എന്താണ്? പാർട്ട് 2 വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് എനിക്ക് കഥ മനസ്സിലാക്കാൻ തന്നെ കുറച്ച് പാടാണ്. ഞാൻ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഏട്ടൻ്റെ അടുത്ത് കുറെ ഇനിയിപ്പോ മറ്റേ ഇതുപോലെയാണ് മറ്റേ പേനും പേപ്പറൊക്കെ ആ അവസ്ഥയാണ്. അതായത് വരദരാജ മന്നാർ അയാളുടെ അച്ഛൻ, ഇത് മറ്റേ അമ്മാവൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി ട്രീ വരച്ച് ചെയ്യേണ്ട അവസ്ഥയാണ്. ഓ അപ്പൊ ഇയാളായിരുന്നല്ലേ, ട്വിസ്റ്റ് ഒക്കെ ഉണ്ട് പടത്തില്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ട്വിസ്റ്റൊക്കെ വേറൊരു രസം. അതിന് എനിക്ക് അനുഭവിക്ക് പറഞ്ഞു കൊടുക്കണം. വേറൊരു കാര്യമുണ്ട്, അത് എനിക്ക് നിങ്ങളോട് പറയണം. ഈ ട്വിസ്റ്റൊക്കെ വന്നപ്പോഴേക്കും എന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ മറ്റേ ഇങ്ങനെ ഇരുന്ന് എക്സൈറ്റഡ് പടം കണ്ടോണ്ടിരുന്ന ഞാൻ ഇങ്ങനെ അവസാനം ഇപ്പൊ അഴുകി ഇത്ര എത്തിയിട്ടാ. ട്വിസ്റ്റൊക്കെ വന്നപ്പോഴേക്കും ട്വിസ്റ്റ് ആണല്ലേ, ഓക്കെ കഴിഞ്ഞ ഞാൻ പോട്ടെ, ഈ അവസ്ഥയിലൊക്കെ ആയി ഞാൻ ഈ സിനിമയുടെ അല്ലെങ്കിൽ ഈ സിനിമയുടെ എന്താ അണിയർ പ്രവർത്തകരൊന്നും മോശപ്പെടുത്താൻ ശ്രമിക്കണേ ഇല്ല, ഞാൻ ഉദ്ദേശിക്കണില്ല. പക്ഷെ എൻ്റെ സിനിമ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ അനുഭവമാണ് ഞാൻ ഈ ഷെയറാണ്, വേറെ ഒന്നുമല്ല. ഞാൻ വീണ്ടും പറയാനാണ്, ചിലപ്പോൾ ഞങ്ങളുടെ ഒന്നും ഒരു എന്താ ഫീലിംഗ് അല്ലായിരിക്കും നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ. പിന്നെ KGF പ്രതീക്ഷിച്ച് പോകരുത്. ഞാൻ KGF പ്രതീക്ഷിച്ച് പോയി, ചിലപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമായിരിക്കും. നിങ്ങൾ KGF പ്രതീക്ഷിച്ച് പോകണ്ട. ഇതൊരു സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ആക്ഷൻ മൂവിയാണ്. അപ്പം അങ്ങനെ പ്രതീക്ഷിച്ച് പോയാൽ മതി എന്ന് ഞാൻ പറയും. അല്ലേ, ഞാൻ കൂടുതലൊന്നും പറയാനുള്ള എന്തായാലും. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം ഈ സിനിമയെ പറ്റിയുള്ളത്. തിയേറ്ററിന്റെ അഭിപ്രായം ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ തിയേറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നിങ്ങളും കാണണം, അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക. അതുപോലെ ഞാൻ IMAX പോയതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നത്, അതും കണ്ടു നോക്കുക. ഇതുവരെ ഇത്രയും ദിവസങ്ങളിലായിട്ട് 4 സിനിമകൾ കണ്ടതിൻ്റെ 4 എണ്ണത്തിന്റെ അഭിപ്രായം എന്താണ് എനിക്കത് കണ്ടത്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഉറക്കം വന്നിട്ട് സത്യം പറയാല. പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയൊന്നുമില്ല. അതായത് എന്റെ ഉള്ളിലുള്ള പ്രേക്ഷകൻ എങ്ങനെയാന്ന് പറയുമ്പോ ഇനി എന്തെങ്കിലും വരും ഇനായിരിക്കണം, ഒന്നും മഞ്ഞില്ല, അതാണ് പ്രശ്നം. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എടുത്താൽ മതി, എൻ്റെ അഭിപ്രായം എടുക്കണ്ട, അത് ഞാൻ പറയാനാണ്. എന്തായാലും ആസ് എ പ്രേക്ഷകൻ എനിക്ക് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ളത് ഞാൻ തുറന്നു പറയുന്നുള്ള, ആരെയും മോശപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. പ്രശാന്ത് നീലിന്റെ വളരെ നല്ല ഒരു സിനിമയ്ക്ക് വീണ്ടും കാത്തിരിക്കുന്നു. പ്രഭാസിന്റെയും തിരിച്ചു വരവിനായി കാത്തിരിക്കുന്നു. ഇനി വേറെ ഏതോ ഒരു പടമുണ്ട്, നമ്മുടെ കമലഹാസൻ വില്ലനായിട്ടൊക്കെ വന്ന പടമുണ്ട്. തഗ് ലൈഫിലല്ല, വേറൊരു പടമുണ്ട്. അതിന്റെ ആ പടത്തിന്റെ പേര് പറഞ്ഞു, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ടൈപ്പ് പടമാണ്. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, ഇതിലെ ശ്രുതി ഹാസന്റെ റോൾ എന്തായിരുന്നു ഒന്നും തോന്നരുത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൽ ശ്രുതി ഹാസന്റെ റോൾ എന്തായിരുന്നു, ഡയറക്ടറിന് പോലും അറിയാമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് മാത്രമല്ല, ശ്രുതി ഹാസന്റെ ഡയലോഗ് ഡെലിവറി എന്ത് ഷോകമായിരുന്നു എന്നറിയാമോ. അതായത് എനിക്ക് വളരെ ഷോകമായിട്ടാണ് ഫീൽ ചെയ്തത്, വളരെ ഷോകമായിട്ട്. ഒരു അസ്ഥാനത്തുള്ള എനിക്കൊരു ഡ്രിങ്ക് വേണമെന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ട്, എനിക്കറിയാൻ പാടില്ല. അത് പറഞ്ഞേക്കണത് കമലഹാസന്റെ മോളല്ലേ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം ഇതിനകത്ത് ചേർക്കാണ്. നമുക്ക് KGF പടം കണ്ടപ്പോഴേക്കും അതിനകത്ത് അമ്മ എന്ന് പറയുമ്പോൾ ഒരു വികാരമായിരുന്നു, ഭയങ്കര വികാരം. ഈ സിനിമയിലെ അമ്മ എന്ത് വെറുപ്പിക്കലായിരുന്നു അറിയാമോ, ഒരു ടോക്സിക് ഒരുമാതിരി ടൈപ്പ് അമ്മ.
മൊത്തം വെറുപ്പിക്കലായിട്ടാണ് എനിക്ക് ആ ക്യാരക്ടർ ഫീൽ ചെയ്തത് കേട്ടോ, ഭയങ്കര വെറുപ്പിക്കലായിട്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റേ നമ്മുടെ ലൂസിഫറിലെ മയിൽവാഹനം മച്ചാനുണ്ട്, അങ്ങേര് വേറെ ലെവല് വെറുപ്പിക്കലായിരുന്നു. എനിക്ക് വേർത്ത് പണ്ടാറടങ്ങി പോയി പുള്ളിയുടെ ആ ക്യാരക്ടർ കേട്ടാ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഇതിനകത്ത്. പിന്നെ ഇതിനകത്തൊരു സീനുണ്ട് അമ്മയുടെ വകയുള്ള വേറെ ലെവൽ ഒരു വെറുപ്പിക്കല്, ഒരു കേക്ക് മുറിക്കുന്ന പ്ലാസ്റ്റിക് കത്തി, നിങ്ങൾ ഓർത്ത് വെച്ചോ, ഒരു സീനുണ്ട്. അത് എന്താന്ന് പോലും പറയാൻ എനിക്ക്, പ്ലാസ്റ്റിക് കത്തി കണ്ടിട്ട് പേടിക്കുന്ന ആദ്യത്തെ ലോകത്തെ ആളായിരിക്കും ഞാൻ കാണുന്നത്. അതൊരു പെൻസിലോ പേനായിരുന്നെങ്കിൽ പോലും ഞാനത് ആക്സെപ്റ്റ് ചെയ്താനെ. ആ കേക്ക് മുറിക്കണ പ്ലാസ്റ്റിക് കത്തി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിങ്ങനെ കാണിച്ചപ്പോഴും ചിലപ്പോ അത് ഒടിഞ്ഞു പോകും. ഓഹ്, അത് പ്രഭാസിന്റെ കയ്യിൽ ഇരുന്നപ്പോ തന്നെ നിങ്ങൾ ആ സീൻ ഓർത്ത് വെച്ചോ, പടം കാണും, മസ്റ്റ് ആയിട്ട് കാണണം, എന്നിട്ട് ആ സീൻ ഓർക്കുകയും ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യം അപ്പൊ നിങ്ങൾക്ക് കത്തും എന്തായാലും. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ്, എത്ര നല്ല ഡയറക്ടർ, ഞാൻ വീണ്ടും പറയണം, ഇന്നലെ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യം, ഡങ്കി കണ്ടിട്ട് തോന്നിയ കാര്യം വീണ്ടും പറയണേ, എത്ര നല്ല ഡയറക്ടർ ആയിക്കോട്ടെ, അയാളെ പ്രീവിയസ് വർക്ക്സ് എന്തും ആയിക്കോട്ടെ, കഥ അല്ലെങ്കിൽ അവതരണ ശൈലി അത്രയും അടിപൊളി ആയില്ലെങ്കിൽ നമുക്ക് സിനിമ ബോറടിച്ചേക്കാം, അല്ലെങ്കിൽ സിനിമ നമുക്ക് ഇഷ്ടപ്പെടാതെ വരാം. അപ്പോൾ എന്താണ്, സ്റ്റീവൻ സ്പിൽബർഗിനെ എടുത്ത് നോക്കിയാൽ പോലും അത് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര പറയാനുള്ളൂ, വേറൊന്നും പറയാനുള്ളൂ, ഇനിയും കൂടുതലൊന്നും പറയണമായിരുന്നു അല്ലേ. ഓ ശരി, ടാറ്റ.